നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 തെസ്സലോനിക്ക 3:3. കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സെഹിയാൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട വചനം തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവവചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് ഉടമ്പടി ചെയ്യപ്പെട്ട ജനമാണ്. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉടമ്പടിക്ക് ഭംഗം വരുത്തിയാലും എൻ്റെ ഉടമ്പടിക്ക് മാറ്റമില്ല. ഞാൻ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. എൻ്റെ മേലുള്ള നിൻ്റെ വാഗ്ദാനങ്ങൾ മാറിപ്പോവുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. എന്നിട്ട് പറയാ, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ദുഷ്ടനിൽ നിന്ന്, തിന്മയിൽ നിന്ന്, പിശാചിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, തടസ്സത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവർക്ക് ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരുമായിട്ട് പ്രാർത്ഥിച്ച് ധ്യാനത്തിന് ആ സഹോദരി കൊണ്ടുവന്നു. അപ്പോൾ ദൈവം ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി എന്ന് മാത്രമല്ല, ദുഷ്ടനിൽ നിന്ന് ഓരോരുത്തരെയും വിടുവിച്ച് ഈ വചനം ലിറ്ററലി ഫലം പുറപ്പെടുവിച്ചു ആ സഹോദരിയുടെ കുടുംബത്തിൽ. നമുക്ക് ആ സാക്ഷി ഒന്ന് ശ്രമിക്കാം. എന്റെ പേര് ജിസ്മി. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചന്ദനക്കാമ്പാറ ഇടവകയിൽ നിന്നാണ്. എന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും മാറി മാറി അങ്ങോട്ട് ധ്യാനം പങ്കെടുത്തു. ആദ്യം വന്നത് ചാച്ചയാണ്. ചാച്ച ധ്യാനത്തിന് വന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾക്ക്. അപ്പം 35 വർഷമായിട്ട് വീട് വലി ഉണ്ടായിരുന്നു. അപ്പം അത് നിർത്താൻ വേണ്ടി ദൈവം 2 അവസരം കൊടുത്തായിരുന്നു. 8 വർഷം മുമ്പ് വീടിന്റെ മണ്ടയിൽ നിന്ന് വീണ് കിടപ്പിലായിരുന്നു. അന്നേരം ഞങ്ങളോട് വീട് മേടിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ വലിക്കാൻ പറ്റിയില്ല ഇത്രയും നാള്. അപ്പം ആരെങ്കിലും വീട്ടിൽ വരുന്നവരോട് ചോദിച്ച് മേടിച്ച് വലിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ വരുന്നവരോട് പറയും, നിങ്ങൾ കൊടുക്കരുത്, ദൈവത്തെ ഓർത്ത് കൊടുക്കരുത്, അത് നിന്ന് പോവാണെങ്കിൽ നിന്ന് പോയിക്കോട്ടെ എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ 8 മാസം വലിച്ചില്ല. പക്ഷേ കാല് ശരിയായി നടന്ന് കടയിൽ പോകാൻ തുടങ്ങിയപ്പോൾ അന്ന് തൊട്ട് ഈ 8 മാസം ഞങ്ങളുടെ കൂട്ടി വലിക്കുമായിരുന്നു. 2-3 പാക്കറ്റൊക്കെയാണ് ഒരു ദിവസം വലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും വർഷമായപ്പം കുറച്ച് 2 വർഷം മുമ്പ് രക്തം തുപ്പാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വളരെ ക്യാൻസർ ആണെന്ന് ഒത്തിരി പേടിച്ചു. അപ്പോൾ ആദ്യമേ ഞങ്ങൾ മംഗലാപുരം KMCക്കാണ് പോയത്. വേറെ ഒരു ഹോസ്പിറ്റലും കാണിച്ചില്ല. പേടിച്ചിട്ട് KMC ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇനി വലിച്ചാൽ ന്യൂമോണിയ ആവും, അത് കഴിഞ്ഞ് ക്യാൻസർ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ച വീട്ടിൽ നിന്ന് പിന്നെയും വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, പേടിയില്ലേ, നിർത്തുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ന്യൂമോണിയ ആയിട്ട് നിർത്താം, ക്യാൻസർ അല്ലേ പ്രശ്നമുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കണം. അടുത്ത വീട്ടിലെ ചേച്ചി ബുക്ക് ചെയ്ത് ധ്യാനത്തിന് വരാൻ തുടങ്ങിയത്. ചാച്ച പറഞ്ഞു, ബുക്ക് ചെയ്ത് ആരാണോ അവര് വേണം ധ്യാനത്തിന് വരാൻ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എന്തൊരു സംഭവം. അപ്പൊ അമ്മ 2 മാസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ വന്നിട്ട് അമ്മ പറഞ്ഞു, ചാച്ച പോയിട്ട് വന്നിട്ട് ഇനി മീൻ കൂട്ടുകളെന്ന് പറഞ്ഞു. ഇറച്ചി നേരത്തെ തൊട്ട് കൂട്ടുന്നില്ലായിരുന്നു. നോമ്പൊക്കെ നോറ്റ് കുടുംബാംഗങ്ങളെ കൂടെ പ്രാർത്ഥിച്ച്, ഇതൊക്കെ ശരിക്കും ഓരോ കുടുംബത്തിന് വേണ്ട സാക്ഷിയാണ്. എങ്ങനെയാണ് ഒരു ആത്മാവിനെ ഒരുക്കി ദൈവത്തിന്റെ അടുത്തേക്ക് എത്തി ആത്മാവിനെ എങ്ങനെ ഒരുക്കണം എന്നുള്ള സാക്ഷിയാണ്. എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ചാച്ച പറയും, മീൻ കൂട്ടിക്കോ, നീ കൂട്ടാതിരുന്നു പറഞ്ഞാൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചാചകളെയൊക്കെ നീ കൂട്ടാതിരുന്നിട്ട് കാര്യം ഞാൻ അല്ലേ പോയത് എന്ന് പറഞ്ഞിട്ട് ചാചൻ പറയും. എന്നാലും ഇവര് നോമ്പോ ഒക്കെ അങ്ങോട്ട് എടുത്ത് വരുന്നതിന് തലയാഴ്ച എന്നോട് പറഞ്ഞു, ഷർട്ടും പാൻറ്റൊക്കെ മുണ്ടൊക്കെ തേച്ചിട്ട് അടുത്ത ആഴ്ച ധ്യാനത്തിന് പോകണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഞാൻ സ്വപ്നം കാണുവാണോ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ആച്ച പേടിക്കണ്ട, എല്ലാം ഞാൻ റെഡിയാക്കി തരാൻ, പോയിക്കോളാൻ പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. ബീഡി കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചില്ല, ബാഗിൽ തന്നെയാണ് വെച്ചത്. പക്ഷേ ധ്യാനം നല്ലൊരു അനുഭവമായിരുന്നു, നന്നായിട്ട് വിശ്വസിച്ചു. അതിനുശേഷം ഇന്ന് വരെ വലിച്ചിട്ടില്ല, ഇനി വലിക്കുകയില്ല. അപ്പൊ നോക്കിയ സഹോദരങ്ങളെ, മകളെ ഇതാ ധ്യാനം കൂടി എന്റെ കാര്യം പോയി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ട് മകളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. രണ്ടാമത് വന്നത് അമ്മയാണ്. അമ്മയുടെ കയ്യിൽ 10 വർഷമായിട്ട് ബാർ സോപ്പിന്റെ അലർജി ഉണ്ടായിരുന്നു. അപ്പം എപ്പോ അലക്കിയാലും കൈ മുഴുവൻ വെളുത്ത് വരും. കൈ മുഴുവൻ ബാർ സോപ്പിന്റെ അലർജി, കൈ സോപ്പിട്ട് അലക്കി കഴിഞ്ഞാൽ കൈ മുഴുവൻ വെളുത്ത തൊലിയെല്ലാം പൊളിഞ്ഞ ഒരു അവസ്ഥയാവും. അമ്മേനോട് ഒരു പ്രാവശ്യം പറഞ്ഞു, മോളെ പള്ളിയിൽ നിൽക്കുമ്പോ നാണക്കേടാ, കൈ പിടിക്കുമ്പോ എല്ലാരും കാണൂലേ. ഞാൻ ഇതുവരെ എന്നോട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ധ്യാനത്തിന് വരുന്നത്. ധ്യാനത്തിന് വന്നപ്പം അടുക്കളയിൽ ശുശ്രൂഷയ്ക്ക് കൂടി. അതായത് ഇവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കാനും പാത്രം കടയാനൊക്കെ അല്ലേ. ആ ബ്രദറെ ഫാസി ബ്രദർ ആ ദിവസം പറഞ്ഞില്ലായിരുന്നാ. അപ്പൊ ഈ ചേച്ചി ചാടി എന്നിട്ട് കാര്യം കഴിക്കുന്നത് കഴിഞ്ഞു ഭയങ്കരം ഈ ചേച്ചി ചാടി എന്നിട്ട് ഞാൻ പോകാന്ന് പറഞ്ഞ സമ്മതിച്ചു. എന്നിട്ട് കൂടി കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഡ്രസ് എല്ലാം അലക്കി ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. വൈകുന്നേരം ആണ് അമ്മ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അമ്മേനെ കൈ കാണിച്ചിട്ട് നോക്കുമ്പോളെ പോയിട്ട് കയ്യിലൊന്നും ആയില്ല. സഹോദരങ്ങളെ, അതിനുശേഷം ഇത്രയും നാൾ 1 വർഷമായി ഇതുവരെ അലർജി ഉണ്ടായിട്ടില്ല. 1 വർഷമായി പിന്നെ ഇന്ന വരെ കയ്യത്തേല് പറഞ്ഞല്ല, അലർജി ഉണ്ടായിട്ടില്ല. മൂന്നാമത് വന്ന് എന്റെ ചേട്ടായിയാണ്. ചേട്ടൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയൊന്നുമില്ലാതെ ക്ലിയർ, അമ്മ വന്നു ക്ലിയർ. അടുത്ത ചേട്ടായി പറഞ്ഞു. ചേട്ടായി വന്ന് ജോലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. 2012 പാസ് ഔട്ട് ആയതാണ്. കുറച്ചുനാൾ ജോലി ചെയ്തൊന്നും ശരിയാകഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പം ബാങ്ക് കോച്ചിങ്ങിന് പോയി. 1 മാർക്കിന് PO എക്സാം പാസ്സാകാൻ കിട്ടിയില്ല. വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഞങ്ങളോട് ജോലി ആയില്ല എന്ന്. കാരണം ചേട്ടൻ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ രണ്ടും പോയി വന്ന് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞങ്ങളെ. അപ്പോൾ എന്നോടും ചോദിക്കാൻ തുടങ്ങി, ചേട്ടയ്ക്ക് ജോലി ആയില്ല. അപ്പം ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. ഇറങ്ങുന്നവരെല്ലാം ചോദിക്കുന്നത് ചേട്ടയ്ക്ക് ജോലി ആയില്ല എന്നാണ്. അപ്പം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ചാച്ച പറഞ്ഞു, അട്ടപ്പാടി പോയിട്ട് വന്നിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് ചേട്ടായി PO സിൻഡിക്കേറ്റ് എഴുതിയെടുത്തു, ക്ലർക്ക് കിട്ടി, ഗ്രാമീൺ ബാങ്ക് ക്ലർക്ക് കിട്ടി, LIC എഴുതിയെടുത്തു. ഇത്രയും ജോലി എന്റെ ചേട്ടയ്ക്ക് കിട്ടി. ഓരോരുത്തർ വരിക അനുഗ്രഹം പ്രാപിക്കുക. ഇതെല്ലാം ഇപ്പൊ ചേട്ടയ്ക്ക് ഭയങ്കര സംശയം, ഏതിന് പോണെന്ന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു PO പോയിക്കോ, സിൻഡിക്കേറ്റ് നല്ലതല്ലേ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു കേരളത്തിന് പുറത്ത് പോകണം. ഞങ്ങൾ പറഞ്ഞു സാരമില്ല, സാലറി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ചേട്ടൻ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമിച്ചു. ജോലി അന്ന് കിട്ടാതിരുന്നേക്കാളും ഇപ്പോഴും വിഷമിച്ചു. ശരി, അപ്പൊ ജോലി കിട്ടാത്തതിനേക്കാളും വിഷമം ഏത് സാരം ഏകദിന കൺവെൻഷന് വന്നു. അപ്പൊ സാംസൺ അച്ഛൻ പറഞ്ഞു, ദൈവം കൊടുക്കുന്ന എല്ലാം നല്ലതിനാണ്, അപ്പൊ നല്ലത് തിരഞ്ഞെടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ വീട്ടിൽ വന്ന് പറഞ്ഞു പോയേക്കാം, PO പൊക്കോളാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു പോയി. ഒരു കുടുംബത്തിൽ 4 പേര്. ആദ്യം ഈ മകള് വന്ന്, അതേപോലെ തന്നെ കുടുംബങ്ങൾ ഓരോരുത്തരും മാറി വന്നു. എല്ലാവരുടെ മേലും കർത്താവ് ശക്തമായ അഭിഷേകം ജോലിയും അനുഗ്രഹിച്ചു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വീടുകളിലെ ശരിക്കും ധ്യാനം കൂടിയല്ല, ചിലപ്പോൾ കളിയാക്കും, നോമ്പെടുത്തോ അതൊക്കെ കാര്യം പോലെ കളിയാക്കും. അത് മൈൻഡ് ചെയ്യരുത്. പ്രാർത്ഥനയ്ക്ക് എടുത്തിട്ട് മറിക്കാനുള്ള പവറുണ്ട്. ഹല്ലേലൂയ. ടോർപ്പട പോണ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. 2 കാര്യം ഉയർത്തി കഴിച്ച് സന്തോഷത്തോടെ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസ്തരോട് അവിടുന്ന് വിശ്വസ്തത കാണിക്കും. അവിടുന്ന് ഉടമ്പടി പാലിക്കുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തും, ദുഷ്ടനിൽ നിന്ന് കാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ സഹോദരന്റെ കുടുംബത്തിൽ കർത്താവ് ചെയ്ത മഹത്വത്തെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു. അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തും, അവിടുന്ന് നമ്മളെ ബലപ്പെടുത്തും, അവിടുന്ന് ദുഷ്ടനെ നമ്മളെ കാത്തുകൊള്ളും. എന്തെന്നാൽ അവിടുന്ന് വിശ്വസ്തനാണ്. പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിന്നാലോ? എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ,
വചനം ഫലം പുറപ്പെടുവിക്കട്ടെ കർത്താവ്. ആഗ്രഹിക്കാം, കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, 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 ആരാധന. കർത്താവെ ആരാധന, കർത്താവെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസിദാസന്മാരെ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് നോക്കി കാണണമേ ദൈവമേ. ഓരോ പ്രാർത്ഥനകളുടെ നേർക്ക് കണ്ണും കാതും തിരിക്കുന്ന കർത്താവേ, സ്വർഗത്തിലിരുന്ന് മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന ദൈവമാണെന്ന് അവിടുന്ന് മലാക്കി പ്രവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ കർത്താവെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാചനകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം, ഓ കർത്താവേ, അവിടുന്ന് ഇതെല്ലാം കേൾക്കണമേ, അവിടുന്ന് ഇതെല്ലാം കാണണമേ. ഓ കർത്താവെ, പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാസിദാസന്മാരെ അനുഗ്രഹിക്കണമേ. ഓ കർത്താവേ, അവിടുന്ന് വിശ്വസ്തനാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ഉടമ്പടിയുടെ ദൈവമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ദുഷ്ടത ഞങ്ങളെ കാത്തുകൊള്ളും ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവ്, വചനത്തിന് അത്ഭുതകരമായ ശക്തിയാൽ കർത്താവെ ഇപ്പോൾ ഓരോരുത്തരുടെ ഹൃദയത്തെ തിരുടത്തും കൊണ്ട് കഴുകണമേ കർത്താവെ. പഞ്ചേന്ദ്രിയങ്ങളെ തിരുടത്തും കൊണ്ട് കഴുകണമേ. ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും തിരുടത്തും കൊണ്ട് കഴുകണമേ. ഓ കർത്താവെ, വചനം ശ്രവിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഓരോരുത്തരും വരെ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അന്ധകാര ശക്തികളെ പൈശാചികമായ യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ. ആരാധന, 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 ആരാധന. വചനത്തിൻ്റെ അമ്മ, നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദ ലോർഡ്. ഇരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയം, വചനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമാകുന്നില്ല? വചനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ആകുന്നില്ല? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ധാരാളം ധ്യാനം കൂടുന്നവരാണ്, വചന ശുശ്രൂഷ സംബന്ധിക്കുന്നവരാണ്, ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് വചനം കേൾക്കുന്നവരാണ്, വെബ് റേഡിയോകളിലൂടെയും ചാനലുകളിലൂടെയും ഇതുപോലെയുള്ള ശുശ്രൂഷകളുടെയും ലൈവ് ടെലികാസ്റ്റുകൾ ഒരുപാട് വചനം കേൾക്കുന്നവരാണ്. വചനോത്സവത്തിലൂടെ, ശാലോമിലൂടെ, അഭിഷേകാഗ്നിയിലൂടെ ഒരുപാട് മാഗസിനിലൂടെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. സർവോപരി വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സഹോദര ചില വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്? ചിലപ്പോൾ ഒരു തോന്നലാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ വചനത്തെ സ്വീകരിക്കേണ്ട ചില രീതികളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വചനത്തെ സ്വീകരിക്കേണ്ട രീതിയിൽ ആ വചനത്തെ സ്വീകരിക്കുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. ഇപ്പം നമുക്ക് രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ മരുന്ന് കുറിച്ച് തരും. ഈ മരുന്ന് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കഴിക്കുകയല്ല, എല്ലാം കൂടെ ഓരോ നേരം കൂടെ മാറി മാറി കഴിക്കുകയല്ല. അതിനൊരു ക്രമം വെച്ചിട്ടുണ്ട്, അതിനൊരു രീതി വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എക്സാക്റ്റ്ലി ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ആ വചനത്തെ സ്വീകരിക്കേണ്ട രീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പം നമ്മളൊരു വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ സ്വീകരിക്കുന്ന രീതിയുണ്ട്, ഒരു പോലീസുകാരെ സ്വീകരിക്കുന്നതിന് വേറെ രീതിയുണ്ട്, അല്ലേ? ഓരോന്നിനും രീതിയുണ്ട്. ഒരു ബിഷപ്പ് വരുമ്പോൾ സ്വീകരിക്കുന്ന വേറെ രീതിയുണ്ട്. സഹോദരന്മാരെ സ്വീകരിക്കുന്ന, മാതാപിതാക്കന്മാരെ സ്വീകരിക്കുന്ന രീതി തമ്മിൽ വ്യത്യാസമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുന്ന പെൺകുട്ടി വീട്ടിലോട്ട് സ്വീകരിക്കുന്ന രീതിയുണ്ട്. അപ്പം ചില മാനർ, ചില രീതികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തെ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ രീതി, ഒന്ന്, വചനമായി തന്നെ വചനത്തെ സ്വീകരിക്കണം. യു ഹാവ് ടു റിസീവ് വേർഡ് ഓഫ് ഗോഡ് ആസ് വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ വചനമായിട്ട് തന്നെ സ്വീകരിക്കണം. അതിനെക്കുറിച്ചുള്ള വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത് 1 തെസ്സലോനിക്ക 2:13 വാക്യത്തിലാണ്. 1 Thessalonians chapter 2 verse 13. 1 തെസ്സലോനിക്ക 2:13 വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഞങ്ങളിൽ നിന്ന്
നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ തെസലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ തെസലോനിക്കക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു കാര്യം എഴുതുകയാണ്. ഞങ്ങൾ അവിടെ വന്നപ്പോൾ, ഞങ്ങൾ വചനം പ്രഘോഷിച്ചപ്പോൾ നിങ്ങൾ വചനം സ്വീകരിച്ചത് എങ്ങനെയാണ്? വചനം സ്വീകരിച്ചത് അത് പൗലോസ് പറയുന്ന വചനമായിട്ടോ തീത്തോസ് പറയുന്ന വചനമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തെയോഫിലോസ് ആര് പറയുന്ന വചനമായിട്ടല്ല സ്വീകരിച്ചത്. പിന്നെയോ വിശ്വാസികളായ നിങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിട്ടു തന്നെയാണ് അത് സ്വീകരിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഇത് പറയുന്ന വ്യക്തികളുടെ വചനമായിട്ടല്ല, പറിച്ച് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, മനുഷ്യരിൽ പ്രവർത്തന നിരതമാകുന്ന ദൈവത്തിൻ്റെ വചനം. അതായത് മനുഷ്യരായ നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിട്ടാണ് ആ വചനത്തെ സ്വീകരിക്കേണ്ടത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഈ വചനം ഫലം പുറപ്പെടുവിക്കും. പറയുന്ന വ്യക്തി ആരുമാകട്ടെ, വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം. കാരണം ഈ വരുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ളതും മാറ്റമില്ലാത്ത വചനമാണെന്നുള്ളതിനും ഇതിനെ രൂപാന്തരപ്പെടുത്താനും ഇതിന് സൃഷ്ടിക്കാനും ഇതിന് സൗഖ്യപ്പെടുത്താനും ഇതിന് വിടുതൽ നൽകാനും ഇതിന് രക്ഷിക്കാനും കഴിവുണ്ട്. അങ്ങനെ ഒരു വചനമായിട്ട് തന്നെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബം വന്ന് വചനം കേൾക്കൊണ്ടിരിക്കുമ്പോൾ പല സന്ദേശങ്ങൾ പറഞ്ഞപ്പോഴും പല ശുശ്രൂഷകൾ സംബന്ധിച്ചപ്പോൾ അവരങ്ങ് വിശ്വസിച്ചു. അല്ലേ? താമസിച്ചാൻ പറഞ്ഞ് വിശ്വസിച്ചു, ആൾക്കാരെന്ന് അച്ഛൻ പറഞ്ഞ് വിശ്വസിച്ചു, ശുശ്രൂഷയാൻ പറഞ്ഞ് വിശ്വസിച്ചു. എന്തായേ? ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വചനം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ രണ്ടാമത് വചനത്തെ സ്വീകരിക്കേണ്ട രീതിയെക്കുറിച്ച് വചനം വെളിപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ വചനത്തെ സ്വീകരിക്കേണ്ട രീതിയെക്കുറിച്ച് ബൈബിളിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് 1 തെസ്സലോനിക്ക 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ്. 1 Thessalonians chapter 1 verse 6. നമുക്ക് സ്ക്രീൻ നോക്കി ഒരുമിച്ച് ഉറക്കെ വായിക്കാം. നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി, കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിന് പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെസ്സലോനിക്ക സഭ വചനം സ്വീകരിച്ച രീതിയെക്കുറിച്ച് ശ്ലീഹ വീണ്ടും പറഞ്ഞു വയ്ക്കുകയാണ്. എന്താ പറഞ്ഞു വച്ചിരിക്കുന്നത്? വളരെ ക്ലേശങ്ങൾക്കിടയിലും വളരെ ഞെരുക്കങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത് വചനം സ്വീകരിക്കുന്ന രീതിയാണ് ആനന്ദത്തോടെ വചനം സ്വീകരിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, ഞായറാഴ്ച ദിവസം നിന്നോട് വേദപാഠം പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ അപ്പനും അമ്മയും പറയുമ്പോൾ നിനക്ക് ശരിക്കും നല്ല ആനന്ദം തോന്നുന്നുണ്ടോ? അതോ അന്ന് ക്രിക്കറ്റ് കളിക്കാനും അന്ന് TV കാണാനും ആകെ ഒരു അവധി ദിവസം കിട്ടിയ ദിവസമാണ്, അന്ന് ട്യൂഷൻ്റെ കോച്ചിങ്ങിന് പോകാനും അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള 100 കാര്യങ്ങൾ ചെയ്യാനാണ് നിനക്ക് തോന്നുന്നത്? ശരിക്കും നീ ചിന്തിച്ചു നോക്ക്. ശരിക്കും എൻ്റെ പ്രിയപ്പെട്ട ദൈവവചനം കേൾക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ഏതാണ് ശരിക്കും ആനന്ദം? പള്ളിയിൽ പോയി ദൈവവചനം പഠിക്കുന്നതോ വേദപാഠം പഠിപ്പിക്കുന്നതോ അതോ അന്നത്തെ ദിവസം നിനക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നീ ചെയ്യുന്നതോ? അല്ലയോ ചെറുപ്പക്കാരാ, അല്ലേ യുവാവേ യുവതി, നിന്റെ കുടുംബാംഗങ്ങൾ നിന്നോട് ഒരാഴ്ച താമസമുള്ള ധ്യാനത്തിന് പോകണമെന്ന് പറയുമ്പോൾ നിനക്ക് എത്രമാത്രം ആനന്ദത്തോടെ നീ അതിന് പോകുന്നത്? അതോ നിർബന്ധത്തിന് വഴങ്ങി വേറെ യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് വേറെ ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ട് ആ പറഞ്ഞു കേട്ട് മടുത്തിട്ടുമാണ് നീ അങ്ങനെ പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവവചനം ഫലം പുറപ്പെടുവിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവവചനം ഫലം പുറപ്പെടുവിക്കുന്ന എളുപ്പമാർഗമാണ് നീ ആനന്ദത്തോടെ നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ നീ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു അതേ ആനന്ദത്തോടെ ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ആനന്ദത്തോടെ വചനം സ്വീകരിക്കുക. അതോ നിരവധി ക്ലേശങ്ങൾ, രോഗങ്ങൾ, സഹനം, ഞെരുക്കം, തിരസ്കരണം, അപവാദം, തകർച്ച, ദുരിതം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല പീഡിപ്പിക്കപ്പെടുന്ന മേഖലകളുമുണ്ട്. ആ ക്ലേശങ്ങൾക്കും ആ കഠോര ഞെരുക്കങ്ങൾക്ക് നടുവിലും നീ ആനന്ദത്തോടെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ തുടങ്ങിയാൽ ആ വചനം അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ
കാര്യം പല വിധത്തിലുള്ള പ്രശ്നങ്ങളോട് പ്രതിസന്ധികളോട് കടന്നു പോകുന്നെങ്കിലും നീ ദൈവവചനം കേൾക്കുമ്പോൾ നിന്റെ മനസ്സ് നിരാശയിലോ സങ്കടത്തിലോ വിഷമത്തിലോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും നീ ആനന്ദത്തോടെ ആ വചനം ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് വചനം ഫലപ്രദമാകുന്ന രീതിയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ യാക്കോബ് ശ്രീകൃതി ലേഖനത്തിൽ 1-21 വാക്യത്തിലാണ്. ജെയിംസ് ചാപ്റ്റർ 1:21. യാക്കോബ് 1:21. നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കൾ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുക സഹോദരങ്ങളെ. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനത്തെ നീ വിനയപൂർവ്വം സ്വീകരിക്കണം, എളിമപ്പെട്ട് സ്വീകരിക്കണം. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ വചനം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? നന്നായിട്ട് എളിമപ്പെടണം, വിനയം വരണം. വിനയം. എൻ്റെ സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ വിനയം വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തൊട്ടുമുകളത്തെ വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ചിട്ടാണ് നീ ദൈവത്തിന്റെ വചനം സ്വീകരിക്കേണ്ടത്. അതിൽ പാപം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന സംഗതി ഒരു എളിമപ്പെടുത്തലായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തണം. നിനക്ക് വിനയം വരണമെന്ന് പറഞ്ഞാൽ നീ വചനം കേൾക്കുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന മാത്രമല്ല വിനയം. നീ വചനം ശ്രവിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ബഹുമാനത്തോടെ നിൽക്കുന്ന മാത്രമല്ല, പിന്നെയോ നിന്റെ ഹൃദയത്തിൽ പാപത്തെ ഉപേക്ഷിക്കാൻ തക്കവെന്ന് കുമ്പസാരക്കോട്ടെ മുട്ടുകുത്തുന്നതാണ് എളിമപ്പെടൽ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. 2 ദിനവൃത്താന്തം 7-ാം വാക്യം, 2 Chronicles chapter 7:14. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. അപ്പോൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ തന്നെ എളിമപ്പെടുത്തി പാപത്തിൽ നിന്ന് പിന്തിരിയാൻ തീരുമാനമെടുക്കുമ്പോൾ ആ പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ മുഴുവൻ നിന്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. വീണ്ടും അതിനെ പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 36-ാം 12 വാക്യം, ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ അവൻ തിന്മ ചെയ്ത് കർത്താവിൻ്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുൻപിൽ അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല. ജെറമിയ പ്രവാചകൻ വചനം അയച്ചു കഴിഞ്ഞപ്പോൾ ആ വചനം സേവിച്ചിരുന്ന വ്യക്തി എളിമപ്പെട്ട് പാപത്തെ ഉപേക്ഷിച്ച് അങ്ങനെ തീരുമാനം എടുത്തില്ല, വിനയം വന്നില്ല, എളിമപ്പെടുത്തിയില്ല. അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടില്ല. ആ വചനം അവൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെട്ടു വെച്ചില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ. വീണ്ടും പൗലോസ് ഇതേ കാര്യം തന്നെ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് 2 Corinthians 12:21 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമെന്ന ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ പൗലോസ്ലീഹ വചനം പ്രഘോഷിച്ച സ്ഥലത്ത് വീണ്ടും ജനം പാപത്തിലേക്ക് പോയപ്പോൾ വീണ്ടും പൗലോസ്ലീഹ അവിടെ ചെല്ലുമ്പോൾ അവർ എളിമപ്പെടാത്തത് കാരണം പൗലോസ്ലീഹ എളിമപ്പെടുത്തേണ്ടി വരുമോ? അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ കുടുംബത്തിൽ ഒരാൾ പാപത്തിന് പിടിയിരിക്കുമ്പോൾ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി അനുതാപത്തോട് വീണ്ടും വീണ്ടും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യത്യാസം സംഭവിക്കും. അതല്ലേ സഹോദരങ്ങളെ ഇപ്പം നമ്മൾ ആദ്യത്തെ സാക്ഷ്യത്തിൽ കേട്ടത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ശ്രവിക്കുമ്പോൾ വചനം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ കേട്ട കാര്യം വചനത്തെ വചനമായിട്ട് തന്നെ സ്വീകരിക്കണം. ക്ലേശങ്ങൾക്കിടയിൽ ആനന്ദത്തോടെ സ്വീകരിക്കണം. വചനം കേൾക്കുമ്പോൾ എളിമപ്പെട്ട് അനുദപിച്ച് വചനം സ്വീകരിക്കണം. അവിടെ വചനം ഫലം പുറപ്പെടുവിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ തക്കവിധം എൻ്റെ ദൈവമേ ഇപ്പം കേട്ട വചനത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആമേൻ. വചനത്തെ വചനമായി സ്വീകരിക്കാം. വചനം മാംസമായി ഈ ഭൂമിയിൽ അവതരിച്ചു. യേശുക്രിസ്തു വീണ്ടും അപ്പത്തിൽ അവിടുന്ന് അവതരിച്ചു. വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് അവതരിച്ചു. ദൈവമേ, വചനം സ്വീകരിക്കേണ്ട വിധത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ട് കർത്താവേ,
എളിമപ്പെട്ട് സ്വീകരിക്കണം. ക്ലേശങ്ങൾക്കിടയിൽ ആനന്ദത്തോടെ സ്വീകരിക്കണം. ദൈവവചനമായി തന്നെ സ്വീകരിക്കണം. ദൈവമേ, ഈ ആരാധന സഭ അങ്ങയായി കണ്ട് ആരാധിക്കാൻ എന്നെ അനുഗ്രഹിക്കണം കർത്താവേ. യോഹന്നാന് ശേഷം 8-ാമത്തെ അധ്യായം അതിനെ പഠിപ്പിക്കുന്നു. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. കർത്താവായ ദൈവമേ, അവിടുന്ന് മാത്രമാണ് ഏക ദൈവമെന്നും അങ്ങല്ലാതെ വേറൊരു ദൈവമില്ലെന്നും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന കർത്താവ്. ആ വിശ്വാസം പ്രഖ്യാപിക്കുന്നിടത്ത് സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കും. യേശുവിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നിടത്ത് യേശു വരും. യേശുവിനെ നാം അനുസ്മരിക്കുന്നിടത്ത് യേശു അടുത്തേക്ക് വന്ന് അനുഗ്രഹിക്കുമെന്നും ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഈ വചനത്തിൽ വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി അങ്ങ് ആരാധിക്കുമ്പോൾ അങ്ങ് ആകാശം ചായ്ച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും വംശങ്ങളിലേക്കും വന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി നിലവിളിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങ് അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കും. വ്യക്തിപരമായി സ്നേഹിക്കുന്ന കർത്താവെ, വ്യക്തിപരമായി കരുതുന്ന കർത്താവെ, ഇവൾ വ്യക്തിപരമായി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഓരോ കുടുംബങ്ങളെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. ഓരോ കുടുംബങ്ങളുടെ പ്രാർത്ഥനകളെ ആശീർവദിക്കുന്നു. ഓരോ കുടുംബങ്ങളെ പൈശാചികളെ വിട്ടുമാകുമാർ ആശീർവദിക്കുന്നു. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, സുവിശേഷങ്ങളുടെ ആത്മാവ് നിറയട്ടെ, വചനം പഠിക്കാൻ അഭിഷേകം നിറയട്ടെ, ഉന്നതകരമായ പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ, തിരുസഭാ സ്നേഹം നിറയട്ടെ, കവദാശിക സ്നേഹം നിറയട്ടെ, ഭൗതികവും ആത്മീയവും ഒരുപോലെ അനുഗ്രഹങ്ങളും കുടുംബങ്ങൾ ഇപ്പോൾ നെടുതൽ പ്രാപിക്കട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus.